എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ ഒരു 10-17 വർഷമൊക്കെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എസ്പെഷ്യലി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്തുകൊണ്ടാണ് ഇമ്പ്രൂവ് ആവാത്തത് എന്നുള്ളതാണ്. ഞാൻ അവരുടെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ പഠനകാലത്ത് ഇപ്പോൾ 17 വർഷം പഠിച്ചിട്ടുള്ളവരുണ്ടാവാം, 20 വർഷം പഠിച്ചിട്ടുള്ളവരുണ്ടാവാം. ഈ പഠനകാലത്ത് എന്തെങ്കിലും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷന് നിങ്ങൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിങ്ങളിപ്പോൾ ഒരു പാരൻ്റ് ആണെങ്കിൽ തന്നെ അറിയാം, നിങ്ങൾ ഒരു സ്കൂളിൽ മക്കളുടെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി പോകുമ്പോൾ അതിൽ അവർ പഠിച്ച എല്ലാ വിഷയങ്ങളും ആ വിഷയത്തിൽ അവർക്ക് കിട്ടിയ മാർക്കുകളും എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒപ്പിട്ട് കൊടുക്കുന്നു. അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വരെ ആ കാർഡിൽ, ആ പ്രോഗ്രസ് കാർഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ അവിടെ എങ്ങും നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇവാലുവേഷനോ അസസ്മെൻറ്റോ ഒന്നും കണ്ടിട്ടില്ല. അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികൾ എത്ര വർഷം സ്കൂളിൽ പഠിച്ചാലും അല്ലെങ്കിൽ കോളേജിൽ പഠിച്ചാലും അവരുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ആവാത്തത്. ഇനി അതിൽ നിന്നും ഒരു വ്യത്യാസം വേണോ? ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രോഗ്രസ് കാർഡിൽ കാണിക്കുന്നുണ്ടല്ലോ. അവർ പഠിക്കുന്ന മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എല്ലാത്തിൻ്റെയും മാർക്കുകൾ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഒരു അസസ്മെൻറ്റ് കൂടി നടത്തി അതിൻ്റെ മാർക്ക് കൂടിയും പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടുത്തു. എനിക്ക് ഉറപ്പാണ് ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ കുട്ടികൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഒരിക്കലും അതിനുള്ള റിസൾട്ട് കിട്ടുകയില്ല.